അതാണ് ഈ സാനിയ അയ്യപ്പനും പാട്ടുകാരി അഞ്ജു ജോസഫും ഒക്കെ ഇതേ വീഡിയോയ്ക്ക് താഴെ തന്നെ ഇതിനെ വിമർശിച്ചുകൊണ്ട് എത്തുകയുണ്ടായി. ഇതിനെക്കുറിച്ച് കൃഷ്ണപ്രഭയോട് തന്നെ ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാമർശം വിവാദമായതിന് പിന്നാലെ വിശദീകരണം നൽകുകയുണ്ടായി കൃഷ്ണപ്രഭ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ആളുകൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടില്ല. പ്രശ്നങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വലുതാക്കരുതെന്നും പറഞ്ഞ കാര്യത്തിൽ തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ലെന്നും കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പറഞ്ഞു. അതൊന്ന് കേൾക്കാം. ഒന്നാമത് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ആൾക്കാർ മനസ്സിലാക്കിയിട്ടില്ല. ഈ ഇപ്പൊ കിടന്ന് ഈ കോലാഹലം ഉണ്ടാക്കുന്ന പലരും ആ ഇന്റർവ്യൂ ഫുള്ളായിട്ട് കണ്ടിട്ടില്ല. അതിന്റെ ആ ഒരു പോർഷൻ പോലും കണ്ടിട്ടില്ല. അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഒരാള് പോലും വെറുതെ ഇരിക്കരുത്. വെറുതെ ഇരിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സാണല്ലോ ഒന്നാമത്തെ കാര്യം. നമ്മളെല്ലാവരും നമ്മളെ മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യും. അത് പിന്നെ അങ്ങ് വളർന്ന് ഓവർ തിങ്കിങ് ആവും. അത് വളർന്ന് മൂഡ് സ്വിങ്സ് ആവും. ഈ ഡിപ്രഷൻ, ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ഇത്തരം വേർഡുകൾ ഞാനിപ്പോ ഈ ഒരു 15-20 കൊല്ലം ആയിട്ടുള്ളൂ ഇത്രയും സജീവമായിട്ട് ഇത്തരം വാക്കുകൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ശാസ്ത്രത്തെ ഒന്നും തള്ളിയൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരു സൊല്യൂഷനും ഓവർ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ അഡിക്റ്റഡ് ആവേണ്ട ആവശ്യമില്ലല്ലോ ഒന്നിലേക്കും. ഇപ്പൊ ലഹരിക്ക് അടിമപ്പെടരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് എന്ത് കാര്യത്തിലാണേലും അഡിക്റ്റഡ് ആവരുത്. ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായം. ആൾക്കാരിപ്പോ ഒരുപാട് റീച്ചിനൊക്കെ വേണ്ടിയിട്ട് ആ റീൽസ് കീറി മുറിച്ച് പലതാക്കുന്നുണ്ട്. അത് അവരുടെ അഭിപ്രായം. അവരുടെ റീച്ച് എങ്ങനെ വേണം എന്നുള്ളത് അവരുടെ ഇഷ്ടം. പഴയ അവസ്ഥ തന്നെയാണ് ഇപ്പൊ പല ഓവർ തിങ്കിങ്, മൂഡ് സ്വിങ്സ് എന്നും പറഞ്ഞിട്ടുള്ള പുതിയ വേർഡ്സ് ആയിട്ട് വരുന്നത് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു തെറ്റുണ്ടെന്ന് തോന്നിയിട്ടില്ല. ഇതാണ് കൃഷ്ണപ്രഭ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. ഈ വിവാദത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റൊന്നുമില്ല എന്നതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് കൃഷ്ണപ്രഭ.